നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പുതിയ തലമുറയെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തെക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പാണ്. പരസ്പരം കമ്മിറ്റ്മെന്റോ മറ്റു ബാധ്യതകളോ ഇല്ല എന്നാണ് അതിന്റെ സവിശേഷതയായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇത്തരം ബന്ധങ്ങളിൽ ഒരു പ്രശ്നമുണ്ടായാൽ എന്ത് നിയമപരിരക്ഷയാണ് ഈ പങ്കാളികൾക്കുള്ളത്? സുഹൃത്തിൽ നിന്നും ചൂഷണം നേരിടേണ്ടി വന്നാൽ യുവതികൾക്ക് അതിനെ നിയമപരമായി നേരിടാൻ കഴിയുമോ? ഇനി ഒന്നിച്ച് ജീവിക്കാൻ കുറച്ചുനാൾ ഒന്നിച്ച് ജീവിച്ചതിന് ശേഷം ഈ സുഹൃത്ത് ഈ പങ്കാളിക്കെതിരെ ഒരു പരാതി നൽകിയാലോ? അവിടെയാണ് ലിവിങ് ടു ദ റിലേഷൻഷിപ്പുകളിലെ പ്രശ്നം. കൊച്ചിയിൽ ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി. ഒരു യുവാവും രണ്ട് യുവതികളും ഒന്നിച്ച് താമസിക്കുകയാണ്. ലിവിങ് ടു ദ റിലേഷൻ ആണെന്നും അല്ലെന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. അതിനിടെ ഒരു യുവതി പീഡന പരാതി നൽകുന്നു. പോലീസ് യുവാവിനെതിരെ, അതായത് ഈ സുഹൃത്തിനെതിരെ കേസെടുത്തു. പിന്നീട് ഈ പകൽ കേട്ടത് സുഹൃത്തും രണ്ടാമത്തെ യുവതിയും ഹൈക്കോടതിക്ക് മുന്നിൽ ആത്മഹത്യാശ്രമം നടത്തിയെന്നാണ്. ആംബുലൻസ് ഡ്രൈവറും പങ്കാളിയും ആംബുലൻസിനുള്ളിലാണ് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പോലീസിനും നീതിന്യായ സംവിധാനത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ആത്മഹത്യാശ്രമം. വ്യാജ പീഡന പരാതിയും കള്ളമൊഴിയും നൽകി തങ്ങളെ കുടുക്കിയെന്നാണ് ഇവരുടെ ആരോപണം. ജീവിതത്തിൽ രണ്ടുപേരെ ഞങ്ങൾ സ്നേഹിച്ചിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടാളും ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരിക്കുന്നത് ആതിരയും പോലീസുമാണ്. ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം അവർക്ക് വേണ്ടി അവരുടെ എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണം. നമ്മളെ ഇപ്പോൾ പോലീസുകാർ കൂടെ നിന്ന് ചതിക്കില്ല. ഇതിനെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും ഞങ്ങൾ വിശദമായിട്ടൊരു പരാതി എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രധാനമന്ത്രിക്കും ഞങ്ങളുടെ ആത്മഹത്യക്കുറിപ്പാണ്. ഞങ്ങളുടെ ജീവിതം കളയണതെല്ലാം ഈ ആതിരയ്ക്ക് വേണ്ടിയും ഈ കേരള പോലീസും ഈ ജഡ്ജിയും കാരണമാണ്. ജഡ്ജിയുടെ പേര് രശ്മി ദിലീപ് കുമാർ എന്നാണ്. ആതിരയുടെ ബന്ധുവാണ്. പിന്നെ എന്താ പറയാൻ, എനിക്കൊന്നും പറയാനറിയില്ല. ഞങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വീടും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ ഹൈക്കോടതിയുടെ മുമ്പിൽ കിടന്ന് മരിക്കാൻ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ മൃതദേഹത്തിനെങ്കിലും നീതി കിട്ടണമെന്നോ. എൻ്റെ ആതിരയുടെ ഫോണിൽ ഓരോ വീഡിയോകളും എടുത്ത് അവൾ എൻ്റെ ഫോണിലേക്ക് അയച്ചത് എൻ്റെ മെയിലിൻ്റെ എല്ലാ തെളിവുകളും പെൻഡ്രൈവിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ മൃതദേഹത്തിന് ചുറ്റും ഈ പെൻഡ്രൈവിലും ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. ഞങ്ങൾ പ്രധാനമന്ത്രിക്ക്, രാഷ്ട്രപതിക്ക്, സുപ്രീം കോടതിക്ക്, ഹൈക്കോടതിക്ക് എല്ലാവർക്കും തെളിവുകൾ അയച്ചിട്ടുണ്ട്. ഈ പെൻഡ്രൈവിലും ഞങ്ങളുടെ ഫോട്ടോയും ഇതും ഞങ്ങളുടെ നിലവിലുള്ള തെളിവുകൾ. ബാക്കി ഈസ്റ്റ് പോലീസ് ഞങ്ങളുടെ ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ട്, 2 ഫോൺ. അതിന്റെ രസീത് പോലും തന്നിട്ടില്ല ഇതുവരെ. ഞങ്ങളെ ടോർച്ചർ ചെയ്തു, എല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെയും കള്ള പരാതിയുടെ പേരിൽ, ജഡ്ജിയുടെ പേരിൽ കോടതിയിൽ കൊണ്ടുപോയി നടത്തിക്കൊണ്ടുപോയതും കൂടുതൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, വളരെ വിചിത്രമായിട്ടൊരു സംഭവമാണ്. അതായത് മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ യുവാവും യുവതിയും, പരാതിക്കാരിയായ യുവതിയും, ഇവർ 3 പേരും ഒന്നിച്ച് താമസിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇവരുടെ ബന്ധത്തിൽ ചില പ്രശ്നമുണ്ടാകുന്നു. രണ്ടാമത്തെ യുവതി പോലീസിൽ പരാതി നൽകുന്നു. ഈ യുവാവിനെതിരെ, അതായത് സുഹൃത്തിനെതിരെ പീഡന പരാതി നൽകുന്നു. പോലീസ് കേസെടുക്കുന്നു. അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങളാണ് ഈ ആത്മഹത്യാശ്രമത്തിൽ കൊണ്ടെത്തിച്ചത്. എന്താണ് ഇവർ വിശദീകരിക്കുന്നത്? അതായത് പോലീസിനെതിരെയും കോടതിക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യക്കായി ഹൈക്കോടതിക്ക് മുന്നിൽ അവരെത്തുന്നത്? പിന്നീട് ആംബുലൻസ് ഉള്ളിൽ വെച്ച് ആത്മഹത്യാശ്രമം നടത്തുന്നു. ഇതെങ്ങനെയാണ് പുറം ലോകം അറിഞ്ഞത്? ടോം, പുറം ലോകം അറിഞ്ഞത് ഇതുവരെ തന്നെ വീഡിയോ മാധ്യമങ്ങൾക്ക് ഷെയർ ചെയ്യുകയായിരുന്നു. പോലീസിനും മാധ്യമങ്ങൾക്കും ഇവർ തന്നെയാണ് വീഡിയോ ഷെയർ ചെയ്തത്. ഇവർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇവർ തന്നെയായിരുന്നു ഈ വീഡിയോ ഷെയർ ചെയ്തത്. അതേസമയം ഈ ഹൈക്കോടതിക്ക് മുൻപ്, ഇപ്പോൾ ഗേറ്റ് നമ്പർ 2 മുൻപാകെയാണ് നമ്മളുള്ളത്. ഈ ഗേറ്റ് നമ്പർ 2 മുൻപേ ഉള്ള ഭാഗത്ത് വെച്ചിട്ടാണ് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇവിടെ ആംബുലൻസ് കൊണ്ടിട്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആംബുലൻസിനുള്ളിൽ തന്നെയായിരുന്നു 2 പേരും ഉണ്ടായിരുന്നത്. ഉറക്ക ഗുളികയാണ് 2 പേരും കഴിച്ചത്. 2 പേരും
5 ഉറക്ക ഗുളിക വീതം കഴിച്ചുവെന്നാണ് ആശുപത്രി അധികൃതർ അതിൻ്റെ സ്ട്രിപ്പ് ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ രണ്ടുപേരുടെ നില ഗുരുതരമല്ല, അതായത് ആ ഗുരുതരമായ അവസ്ഥയിൽ നിന്നും ആ അവസ്ഥ പിന്തുടർന്നു അതിനെ അതിജീവിച്ചു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ എന്തായാലും ഇവിടുത്തെ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. നേരത്തെ ജനറൽ ഹോസ്പിറ്റലിലേക്കായിരുന്നു ഇവരെ പ്രവേശിപ്പിച്ചത്. ടോം സൂചിപ്പിച്ചതുപോലെ ഇതൊരു വിചിത്രമായ സംഭവമാണ്. പ്രത്യേകിച്ചും ഈ ആദ്യത്തെ പരാതിക്കാരി എന്ന് പറയുന്നത് ഇയാളുമായി ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആളുമായി ലിവിങ് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അതിൽ അവർക്കൊരു കുഞ്ഞുമുണ്ട്. അതുമാത്രമല്ല രണ്ടാമത്തെ ആളും ലിവിങ് റിലേഷൻഷിപ്പിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രണ്ടുപേരെ വിവാഹം കഴിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ ഈ രണ്ടുപേരും നിയമപരമായി ഭാര്യമാരായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ പോലീസിൻ്റെ ഒരു മൊഴി അനുസരിച്ച്, പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് ഈ രണ്ടുപേരും ലിവിങ് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ്. ഇവർ 3 പേരും ഒരു കുടുംബം പോലെയൊക്കെ ഒരു വീട്ടിൽ തന്നെ താമസിച്ച് വരികയായിരുന്നു എന്നും പറയുന്നുണ്ട്. അതേസമയം സാമ്പത്തികമായ ചില തർക്കങ്ങൾ ഉണ്ടായതാണ് ഇത്തരത്തിൽ ആദ്യത്തെ ആൾ ആദ്യം, അതായത് പരാതിക്കാരി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയുമായി എത്തുന്നതും ഈ പരാതിക്ക് അടിസ്ഥാനം ഇവരെ റേപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ നൽകിയിരിക്കുന്ന പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പോലീസ് കേസ് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ, പക്ഷെ പരാതി കിട്ടിയപ്പോഴും പോലീസ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു പരാതിയുണ്ട്. അതേസമയം പോലീസിന് ഇക്കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ടായിരുന്നു. എന്നിട്ടും പോലീസ് കൂടെ നിന്ന് ചതിച്ചു എന്നുള്ളതാണ് ആത്മഹത്യയെക്കുറിപ്പിൽ പറയുന്നത്. ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതേ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതുമായ നടപടിക്രമങ്ങളിലേക്ക് പോയി മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചപ്പോൾ ആലുവ പോലീസ് തന്നെ നിശ്ചിതമായി അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതും അദ്ദേഹം ആത്മഹത്യയെക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാകുന്നത് ഈ ലിവിങ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ആളുമായി, അതായത് ഈ സ്ത്രീ ആദ്യം വിവാഹം കഴിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അതിലാണ് ആദ്യത്തെ 2 കുട്ടികളും പിന്നീട് ഒരു കുട്ടിയുമാണ് ഈ ലിവിങ് റിലേഷൻഷിപ്പിൽ, ഇയാളുമായുള്ള ലിവിങ് റിലേഷൻഷിപ്പിൽ ഒരു കുട്ടിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനോട് തെറ്റിത്തിരിഞ്ഞാണ് രണ്ടാമത് മറ്റൊരു റിലേഷൻഷിപ്പിലാവുന്നത്. രണ്ടാമത്തതും ആദ്യത്തേതും വിവാഹമാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇവരുമായി അനുബന്ധ ആളുകളുടെ മൊഴി എടുക്കുന്ന തിരക്കിലാണ് പോലീസ്. നിൽക്കുന്ന ഈ സ്ഥലത്ത്, അതായത് ഹൈക്കോടതിക്ക് ഗേറ്റ് നമ്പർ 2 അവിടെയാണോ ഇവർ ആംബുലൻസ് കൊണ്ട് ഇട്ടതും പിന്നീട് ആത്മഹത്യാ ശ്രമം നടത്തിയതും? ഇതിനുശേഷം, അതായത് ഞാൻ മനസ്സിലാക്കുന്ന തൊട്ടടുത്ത് സമീപത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷനുള്ളത്. അവിടെ നിന്നും പോലീസ് എത്തുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥരാണോ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്? ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? മാത്രമല്ല ഇത് ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? കാരണം ഇതൊരു വളരെ വിചിത്രമായിട്ടുള്ള സംഭവമാണല്ലോ. ഒന്നിച്ചൊരു യുവാവും 2 യുവതികളും ഒന്നിച്ച് താമസിക്കുന്നു, ലിവിങ് ടുഗദർ റിലേഷൻ ആണെന്ന് പറയുന്നു. അതിനിടെ അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു. അതിനുശേഷം ഇത്തരമുള്ള സംഭവവികാസങ്ങൾ, അതായത് പീഡന പരാതി നൽകുന്നു. ഏറ്റവും ഒടുവിലത് ആത്മഹത്യാ ശ്രമത്തിൽ കലാശിക്കുന്ന സംഭവം. ഇവിടെ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് ആജ്ഞ? ഇപ്പോൾ ഗേറ്റ് നമ്പർ 2-ലാണുള്ളത്. ഗേറ്റ് നമ്പർ 2-ന്റെ മുൻവശത്താണ് ആംബുലൻസ് കൊണ്ടിട്ട് ഈ ആത്മഹത്യാ ശ്രമം നടത്തിയത്. അതിനുശേഷം ഇവർ തന്നെയായിരുന്നു അതായത് മൊബൈലിൽ വീഡിയോ ചിത്രീകരിച്ച് പോലീസിനും മാധ്യമങ്ങൾക്കും അയച്ചു തന്നത് ഇവർ തന്നെയായിരുന്നു. അത് മാത്രമല്ല ഈ ആദ്യത്തെ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായിട്ടുള്ള ചില വീഡിയോകൾ, ഫോട്ടോസ്, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ഈ റിലേഷൻഷിപ്പിനെ ഇത്തരത്തിലേക്ക്, അതായത് റേപ്പ് എന്നുള്ള ഒരു തരത്തിലേക്ക് അതിനെ മാറ്റിമറിക്കാൻ ശ്രമിച്ചത് എന്നുള്ള പരാതിയാണ് അയാൾ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും ഇവരുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് നിഷേധിക്കുന്നില്ല. റിലേഷൻഷിപ്പ് ഉള്ള കാര്യം അയാൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അത് ഒരു ലിവിങ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ, ആദ്യത്തെ ഈ പങ്കാളി എന്ന് പറയുന്ന ആള് മറ്റു 2 കുട്ടികൾ അവർക്കുണ്ട്. അത് ആദ്യ വിവാഹത്തിലുണ്ടായതാണ്. തുടർന്ന് ഇയാളുമായി റിലേഷൻഷിപ്പിലാകുന്നു. ഇതിലൊരു കുട്ടി ഉണ്ടാകുന്നു. ഇവരൊന്നിച്ച് താമസിച്ച് വന്നു. പിന്നീട് ഇവർ തമ്മിൽ തെറ്റുകയും മറ്റൊരു വിവാഹത്തിലേക്കും മറ്റൊരു ബന്ധത്തിലേക്കും ഇയാൾ പോവുകയും ചെയ്യുന്നു. അതിലും മറ്റൊരു കുട്ടിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 2 റിലേഷൻഷിപ്പുകളും ലിവിങ് റിലേഷൻഷിപ്പുകളാണ്. ഇപ്പം ആദ്യം ചോദിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ്. ലിവിങ് റിലേഷൻഷിപ്പുകളിൽ ഇത്തരത്തിൽ പങ്കാളിയെ തള്ളി പറയുമ്പോൾ, അതല്ലെങ്കിൽ പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊരു വലിയ ചോദ്യമാവുകയാണ്. എങ്ങനെയാണ് ഈ ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ, അതും നേരത്തെ സൂചിപ്പിച്ചത് കുഞ്ഞുണ്ടായി, ഈ ബന്ധവുമായി ബന്ധപ്പെട്ടൊരു കുട്ടിയുമുണ്ട്, 2 ആളുകൾക്കും, അതായത് 2 പങ്കാളികൾക്കും ഇതിൽ കുഞ്ഞുങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ റേപ്പായിട്ട് അതിനെ വിവക്ഷിക്കുക എന്നുള്ള കാര്യമാണ് മനസ്സിലാവാത്തത്. പ്രത്യേകിച്ച് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഇവർ തമ്മിലുണ്ടായത്. ഇവർ തമ്മിലുണ്ടായ
ബന്ധത്തിൻ്റെ വീഡിയോ ചിത്രീകരിച്ച് അവരത് പെൻഡ്രൈവിലാക്കി അത് വെച്ചിട്ടാണ് ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളത് കാര്യം പറയുന്നത്. പക്ഷേ ഈ ആംബുലൻസിനുള്ളിൽ പോലീസ് പറയുന്നത് നിറയെ ഇവർ തമ്മിലുള്ള ഈ പറയുന്ന സ്വകാര്യ ദൃശ്യങ്ങളുടെ ഫോട്ടോകൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ആംബുലൻസ് നിറയെ വെച്ചിട്ട്, അതായത് ഇത് വന്ന് കാണുന്ന ആളുകൾ കാണട്ടെ, അത് തെളിവാണ് എന്നുള്ള തരത്തിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. എന്തായാലും ആംബുലൻസ് ഇപ്പോൾ സെൻട്രൽ പോലീസ് അത് സീസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഫോട്ടോസ് നിറയെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആംബുലൻസ് പുറത്തേക്ക്, അതായത് സ്റ്റേഷനകത്ത് തന്നെയാണ് അത് സേഫായിട്ട് ഇട്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും ഫോട്ടോസും പുറത്തേക്ക് പോകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നതെന്ന് വേണം കരുതാൻ. പക്ഷേ ഇവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യം, ഈ ലിവിങ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇത്തരം തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ രണ്ട് പങ്കാളികൾ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ പിന്നീട് എങ്ങനെയാണ് റേപ്പിലേക്ക് പോകുന്നതെന്നാണ്. തീർച്ചയായും നമുക്കറിയാം, സാധാരണ ഇപ്പോഴത്തെ പുതിയ തലമുറ അവർ ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പോലും, പല സർവേകളിലടക്കം ചൂണ്ടിക്കാണിക്കുന്നത് പോലും, ഈ ദാമ്പത്യ ജീവിതം, അതായത് കുടുംബ ജീവിതത്തിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഇതാണെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല, മറ്റു ബാധ്യതകളില്ല, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. മാത്രമല്ല ഈ ഗാർഹിക പീഡനം എന്നൊരു പ്രശ്നം ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാകില്ല എന്നൊരു ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ, ഇതിൻ്റെ പുറത്താണോ പുതിയ തലമുറ ഈ ഇത്തരം റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുന്നതെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷെ അതിനപ്പുറമുള്ളൊരു വെല്ലുവിളിയും ഇത്തരം സംഭവങ്ങളിലൂടെ നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുൻപ് പാലക്കാട് ഒരു യുവതി സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയൊരു സംഭവം ഓർമ്മ കാണും. എന്നാൽ അതിൻ്റെ കാരണമായി ആ യുവതി പറഞ്ഞത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആയിരുന്നു, അതിനിടെ കുഞ്ഞുണ്ടാകുന്നു, പിന്നീട് ഇവരുടെ ബന്ധത്തിൽ പ്രശ്നമുണ്ടായി, ഈ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലാത്ത സാഹചര്യം, സ്വന്തം വീട്ടുകാരില്ല, മാത്രമല്ല ഈ കാമുകൻ പങ്കാളി ഇവരെ ഉപേക്ഷിച്ചു പോയി. ഒരു 9 മാസം പ്രായമുള്ള കുഞ്ഞാണ്, ആരെ ഏൽപ്പിക്കാൻ പോലും കഴിയാതെ വന്നപ്പോൾ ആ കുഞ്ഞിനെ ആ യുവതിക്ക് കൊലപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇത്തരം ഒരു സംഭവം, അതായത് ഈ കൊച്ചിയിലെ ഈ ഇന്നുണ്ടായ ഈ സംഭവത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോഴും സമാനമായ രീതിയിൽ തന്നെ, അതായത് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്ന് പറയുന്ന യുവതലമുറ, പക്ഷെ ഒരു ജീവിതത്തിൽ ഇവരുടെ ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ അവരാശ്രയിക്കുന്നത് നിയമ സംവിധാനത്തെ തന്നെയാണ്. പിന്നീട് അത് ചതി ഉണ്ടാകുന്നു. അവിടെ എവിടെയാണ് ചതി? കാരണം ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള, പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ബന്ധമാണ്. അതിനിടെ കുഞ്ഞു വരെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്നു. അതാണ് ഏറ്റവും ഒരു കൗതുകകരമായ കാര്യം പോലും. ഇത്തരം ബന്ധങ്ങളിൽ എന്ത് കെട്ടുറപ്പുണ്ട് എന്നൊരു ചോദ്യം പോലും ഉയരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ടോം, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉൾപ്പെടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ എന്നെ സ്നേഹം നടിച്ച് എന്നൊപ്പം താമസിച്ചിട്ട് അതിനെ എങ്ങനെയാണ് നീ ദുരുപയോഗപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചോദ്യം ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയ ആൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ സ്നേഹം നടിച്ച്, അതല്ലെങ്കിൽ സ്നേഹമുള്ള കാലത്ത് അവരുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രശ്നങ്ങളില്ലാതെയും സ്നേഹിച്ചും ഇരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നല്ല ബന്ധത്തെയൊക്കെ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അവർ നിൽക്കുന്നില്ലെങ്കിൽ അത് പിന്നീട് ഈ പറയുന്ന റേപ്പ് അറ്റംപ്റ്റ് ആയിട്ടും അതല്ലെങ്കിൽ പീഡന പരാതിയൊക്കെ ആയിട്ട് മാറുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ലിവിങ് റിലേഷൻഷിപ്പുകളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ, അതല്ലെങ്കിൽ അതുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അത് ബാധിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയാണ്. അത്തരം റിലേഷൻഷിപ്പുകളിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയാണ്. ഇവിടെയാണ് ഈ ഭോപ്പാൽ ഇതിൽ മധ്യപ്രദേശിൽ ഇത്തരത്തിലൊരു നിയമ നിർമ്മാണം വരുന്നത്. അത് പ്രത്യേകിച്ചും ഈ ലിവിങ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ അതാരായാലും 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള നിബന്ധനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് നിയമനിർമ്മാണം വരുന്നുണ്ട്. പക്ഷേ വളരെ വിമർശനം ഏറ്റ് വാങ്ങേണ്ടി വരുന്ന ഒരു നിയമനിർമ്മാണം കൂടി ആയിരിക്കാം അത്. അത്തരം നിയമങ്ങൾ മുൻപ് 5 വർഷം തുടർച്ചയായിട്ട് ലിവിങ് റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകൾ നിയമപരമായി വിവാഹിതരായിരിക്കും എന്നുള്ളത് തന്നെ, അത് അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യപ്പെടും എന്നുള്ള ഒരു നിയമം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കാക്കുമ്പോഴും ലിവിങ് റിലേഷൻഷിപ്പ് അത് 1-2 വർഷത്തേക്ക് ആക്കുമ്പോഴും അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്, അതല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ പിന്നീട് വരുമ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ്
തെറ്റ് അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ന്യായീകരിക്കാവുന്ന സാധ്യതയുള്ളത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയായിട്ടില്ല. ഇതിൽ ആദ്യം പരാതിക്കാരിയുടെ ഭാഗത്താണോ, പരാതിക്കാരിയെ സംബന്ധിച്ചിട്ട് പരാതിക്കാരിക്ക് പോലീസിലും അതുപോലെ ഇവരുടെ ഒരു ബന്ധം ഒരു ജഡ്ജുണ്ട്, ആ ജഡ്ജിൻ്റെയും ഇൻഫ്ലുവൻസ് ആണ് ഇത്തരത്തിൽ പോലീസ്, ആലുവ പോലീസ് ഇത്തരത്തിൽ ഒരു ഇടപെടാനുണ്ടായ സാഹചര്യം എന്ന് പോലും പരാതിക്കാരൻ ഈ ആത്മഹത്യ കുറിപ്പ് തയ്യാറാക്കിയ ആൾ വ്യക്തമാക്കുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിയമ സംവിധാനങ്ങളും പോലീസും തന്നെ ചതിച്ചു, പോലീസ് കൂടെ നിന്ന് ചതിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ പോലീസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ മുൻവശത്തുള്ള ഈ ഗേറ്റ് നമ്പർ 2 ഫ്രണ്ട് വശത്ത് തന്നെ വന്ന് ഈ ആംബുലൻസിൻ്റെ ഒരു ആത്മഹത്യയിലേക്ക് പോകാൻ, ആത്മഹത്യയ്ക്ക് ശ്രമിക്കാനുള്ള കാരണവും അതുതന്നെയായിട്ടാണ് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒക്കെ പരാതികൾ അയച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി അയച്ചിട്ടുണ്ട് എന്നവർ ഈ ആത്മഹത്യാക്കുറിപ്പിൽ വീഡിയോയിലും പറയുന്നുണ്ട്. അതായത് കഴിച്ചത് ഈ ഉറക്ക ഗുളികയാണ്, 5 ഡോസേജ്, അതായത് 5 നമ്പർ ഉറക്ക ഗുളികയാണ്, ചെറിയ ഡോസേജിലുള്ള ഉറക്ക ഗുളികയാണ്. അതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും ഇതൊരു മീഡിയ അറ്റൻഷനും അല്ലെങ്കിൽ മറ്റാളുകളുടെ അറ്റൻഷനും നേടാനുള്ള ഒരു ശ്രമമായിരുന്നു ഈ ദമ്പതികൾ നടത്തിയത് എന്നുള്ള സംശയം പോലീസ് പങ്കുവയ്ക്കാതിരിക്കുന്നില്ല. അങ്ങനെ ഒരു സംശയം കൂടി പോലീസിനുണ്ട്. പ്രത്യേകിച്ചും ഈ ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഒരു മരുന്നിൻ്റെ ഡോസേജൊക്കെ അറിയാനും അതല്ലെങ്കിൽ ഇത് എത്ര എണ്ണം കഴിച്ചാലും മരിച്ചു പോകുമെന്ന് അറിയാനുമുള്ള ഒരു മിനിമം ബോധം ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവർക്കത് അറിയാം. അതും ആ മരുന്ന് ഒരു സാധാരണയായ ഉറക്കത്തിന് മാത്രം, ഉറക്കം ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രം കഴിക്കാൻ അത്തരത്തിൽ ഡോക്ടർമാർ കുറിച്ച് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ഈ പോലീസ് ഈ ആംബുലൻസിൽ നിന്ന് കണ്ടെത്തിയത്. 10 എണ്ണമാണ്. അതായത് 2 പേരും 5 എണ്ണം വീതം കഴിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും, അതല്ലെങ്കിൽ കുറച്ചുകൂടി ക്രിട്ടിക്കലായി തോന്നുന്ന തരത്തിലേക്ക് അബോധാവസ്ഥയിലേക്ക് പോകും. അബോധാവസ്ഥയിലേക്ക് പോകുന്നത് ഈ ഉറക്കത്തിൻ്റെ ഗുളികയുടെ ഡോസേജ് കൊണ്ടാണ്. അതുമാത്രമല്ല മറ്റ് ഛർദിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അത് മരണത്തിലേക്ക് നയിക്കില്ല എന്ന് ഈ കഴിച്ച ആൾക്കും അറിയാമെന്നുള്ള ഒരു അസസ്മെന്റിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇത്തരത്തിലൊരു അറ്റൻഷൻ നേടിയെടുക്കാനുള്ള ശ്രമമായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യവും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഒരുപാട് നാണം വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിക്ക് മുന്നിലാണ് യുവാവും പെൺസുഹൃത്തും ജീവനൊടുക്കാൻ ശ്രമിച്ചത്. അതായത് മറ്റൊരു യുവതി ഇവർക്കെതിരെ പരാതി നൽകുന്നു, പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് സംബന്ധിച്ചാണ് പരാതി നൽകിയത്. പിന്നീട് അത് കേസായി. അതിൻ്റെ മനോവിഷമത്തിൽ, അതായത് കോടതിയിൽ നിന്നും പോലീസിൽ നിന്നും തങ്ങൾക്ക് നീതി കിട്ടിയില്ല, നിയമ സംവിധാനങ്ങൾ വേട്ടയാടുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇരുവരും കോടതിക്ക് മുന്നിലെത്തി ആംബുലൻസിനുള്ളിൽ ആത്മഹത്യാശ്രമം നടത്തിയത്. കറിക്ക് രുചിയില്ലാത്തതിന് ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിച്ചൊരു കേസിലേക്കാണ്, അങ്കമാലിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അങ്കമാലി മീൻവിലാസം ഹോട്ടൽ ഉടമ മുഹമ്മദ് ഉവൈസാണ് ജീവനക്കാരനെ ആക്രമിച്ചത്. കൊല്ലം സ്വദേശിയായ ജീവനക്കാരന് പരിക്കേറ്റു. കിച്ചണിലെ കത്തിയും തവിയും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത്തരം സംഭവങ്ങൾ ഈ ഹോട്ടലുകളിൽ കറിക്ക് രുചി കുറഞ്ഞെന്നും അല്ലെങ്കിൽ ഭക്ഷണം എത്തിക്കാൻ വൈകിയെന്നൊക്കെ പറഞ്ഞ് ജീവനക്കാരും ഭക്ഷണം കഴിക്കാനെത്തുന്നവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ മറ്റൊരു സാഹചര്യമാണ്. കറിക്ക് രുചി കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് ഹോട്ടൽ ഉടമയാണ് ജീവനക്കാരനെ ആക്രമിക്കുന്നത്. ഈ ജീവനക്കാരൻ്റെ ആരോഗ്യനില എന്താണ്? മറ്റെന്തെങ്കിലും പ്രശ്നം, വ്യക്തിപരമായ പ്രശ്നം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നോ? ഉടമ ജീവനക്കാരന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അതിനുശേഷമാണ് അയാൾ പോലീസിന് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അയാളുടെ വിശദമായ മൊഴിയെടുത്തു. പോലീസ് പറയുന്നത് ഈ ഉടമയും ജീവനക്കാരനും തമ്മിൽ കുറച്ച് നാളുകളായി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ തുടർച്ചയായി മാത്രമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് പോയതെന്നാണ് പറയുന്നത്. ഈ പാർട്ട്ണർ കൂടിയാണ് ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഉബൈദ്. ഇതിന്റെ പാർട്ട്ണർ, ഈ സ്ഥാപനത്തിന്റെ ഒരു പാർട്ട്ണർഷിപ്പായിട്ടാണ് അവർ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അതിലൊരു ജീവനക്കാരനാണ് ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷെഫ്. അപ്പോൾ ഇവർ തമ്മിൽ കുറെ നാളുകളായിട്ടുള്ള പ്രശ്നം, അതിന്റെ തുടർച്ചയായിട്ട് 19-ാം തീയതി രാത്രി 10 മണിയോടുകൂടി ഈ ഉടമ ഈ ഹോട്ടലിലേക്ക് വരികയും ഈ ജീവനക്കാരനോട് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനും പറഞ്ഞു. ആഹാരം ഉണ്ടാക്കി കൊടുത്തതിൽ കഴിക്കുമ്പോൾ അതിൽ ഉപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇയാളോട് ആക്രോശിക്കുന്നു, ദേഷ്യപ്പെടുന്നു. പിന്നീട് വീണ്ടും ഈ ജീവനക്കാരൻ കിച്ചണിലേക്ക് പോയി വീണ്ടും ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നാലെ വന്ന ഈ ഉടമ ആദ്യം ഷട്ടിൽ പിടിക്കുകയും പിന്നീട് ആക്രമിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെ ദേഹത്ത്
കൈകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. പിന്നീടാണ് കിച്ചണിലുണ്ടായിരുന്ന മറ്റ് വസ്തുക്കൾ, കത്തിയും അതോടൊപ്പം തന്നെ വലിയ തവിയൊക്കെ എടുത്ത് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് ഇയാൾ ആശുപത്രിയിലെത്തി. അവിടെ വെച്ച് ആശുപത്രിയിൽ നിന്ന് തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി അയാളുടെ മൊഴി രേഖപ്പെടുത്തി. പിന്നീട് ഇയാൾക്കെതിരെ പരാതി എടുക്കുകയും ചെയ്തു. FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഉബൈദ് ഇപ്പോൾ ഒളിവിലാണ്. ഇയാളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവർക്കിടയിൽ നിന്ന ഒരു പ്രശ്നം, അവർക്കിടയിലുണ്ടായിരുന്ന തർക്കം തന്നെയാണ് പിന്നീട് അതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഈ ഒരു ആക്രമണത്തെയും കണക്കാക്കുന്നത് പോലീസ്. നവമി, അതായത് ഈ കറിക്ക് രുചി കുറഞ്ഞു പോയി എന്നതൊരു കാരണം സൃഷ്ടിക്കുകയായിരുന്നോ ഈ ഹോട്ടൽ ഉടമ? മുൻ വൈരാഗ്യം അല്ലെങ്കിൽ ഇയാളെ ഒഴിവാക്കാൻ വേണ്ടി നടത്തിയൊരു ആക്രമണം അങ്ങനെ കരുതേണ്ടതാണോ? മാത്രമല്ല ഇയാളുടെ ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇങ്ങനെ ഒരു സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ ഹോട്ടൽ ഉടമ? അത് തന്നെയാണ് ടോം. അതായത് പോലീസ് പറയുന്നതും മുൻ വൈരാഗ്യത്തിന്റെ ബാക്കിയായിട്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ളൊരു വൈരാഗ്യത്തിന്റെ ബാക്കിയായിട്ട് അയാൾക്കെതിരെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇയാളോട് ദേഷ്യപ്പെടാൻ ഒരു കാരണം കണ്ടെത്തിയിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഉപ്പ് കുറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു ആക്രമണം ഇയാൾ ഈ ജീവനക്കാരനോട് ചെയ്യുന്നത്. എന്തായാലും ഈ ഉടമയെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇയാൾ ഒളിവിലാണ്. ഇയാളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. മലപ്പുറം സ്വദേശിയാണ്. ഇയാളുടെ പശ്ചാത്തലം ഇത്തരത്തിൽ നേരത്തെയും മറ്റ് ജീവനക്കാരോട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അതെല്ലാം പോലീസ് പരിശോധിക്കുകയാണ്. നിലവിൽ ഈ ജീവനക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാക്കി ഈ സ്ഥാപനത്തിന്റെ തന്നെ അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ്. പാർട്ട്ണറുകളിൽ ഒരാളാണ് ഈ മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഉബൈദ്. മറ്റ് പാർട്ട്ണർമാരോടും ഒപ്പം മറ്റ് ജീവനക്കാരോടും വിശദമായിട്ടുള്ള മൊഴി എടുത്തതിന് ശേഷം അവരോടും ചോദിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത്. ആക്രമണമായി കരുതേണ്ടതല്ലേ? പോലീസ് നിലവിൽ ഇയാൾ മാത്രമാണോ പ്രതിയായിട്ടുള്ളത്? ഈ രണ്ടുപേർ, അതായത് ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു പാർട്ട്ണറാണെന്ന് പറയുന്നു. മറ്റേ ഈ ഹോട്ടൽ ഉടമയ്ക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? ഇരുവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി അറിവുണ്ടായിരുന്നോ? അക്കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. നിലവിൽ ഇയാൾക്ക് എതിരെ മാത്രമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഈ ജീവനക്കാരൻ ഉൾപ്പെടെ ഉബൈദിനെതിരെ മാത്രമാണ് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അയാളാണ് തന്നെ ആക്രമിച്ചത്. കറിക്ക് ഉപ്പ് പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ ആക്രമിച്ചതെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. മറ്റ് പാർട്ട്ണർമാരെയും വിളിച്ചന്വേഷിക്കുന്നുണ്ട്. അവരോടൊക്കെ ഇതെന്തുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള മുൻ വൈരാഗ്യം എന്നാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ശ്രമിച്ചിരുന്നു. ഇതെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒളിവിലായ പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അങ്കമാലിയിലാണ് മീൻ വിലാസം എന്ന ഹോട്ടലിന്റെ ഉടമ മുഹമ്മദ് ഉബൈസ് ജീവനക്കാരനെ ആക്രമിച്ചത്. കൊല്ലം സ്വദേശിയായ ജീവനക്കാരന് സാരമായി പരിക്കേറ്റു. കിച്ചണിലെ കത്തിയും തവിയും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഈ കറിക്ക് രുചി കുറഞ്ഞു പോയി, ഉപ്പ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. സെൻട്രൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി MK റാമിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. 2 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. റാമിനെ കോടതി വിട്ടയച്ചത് നടപടിക്രമങ്ങളിലെ വീഴ്ചയെ തുടർന്നാണ് ആരോപണം. ഇന്നലെ റാമിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. I'll go. I am jail. I am going jail. I am going jail. I am going jail. No problem. Take it. Please. No problem. I am go. Apo na. No. I will arrest me. I will arrest me. No problem. I will arrest. Please take it. I am arrested. ഇവിടെ കോർട്ടിൽ നിന്ന് 2-3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് റിലീസായി. അപ്പം വീഡിയോ ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് തീരെ നടക്കാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ എൻ്റെ ചുറ്റും കൂടി മെല്ലനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാറിന് നമ്മൾ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. കാറിൽ ഇരുത്താൻ വേണ്ടി നടന്ന് ഇവിടെ വരെ പുറത്ത് വരെ വരാൻ പറ്റില്ല.
അപ്പോൾ ഉള്ളിൽ തന്നെ കോടതിൻ്റെ ഉള്ള ആ ടേണിങ് കഴിഞ്ഞ അപ്പാട് എൻ്റെ കൈ പെട്ടെന്ന് ഇങ്ങനെ ആരോ തട്ടി മാറ്റി പിടിച്ച് വലിച്ചു ഇവരെ. അപ്പോൾ നോക്കുമ്പോൾ DYSP ആയിരുന്നു, എനിക്ക് പേരറിയില്ല, DYSP ആണ് അവരെന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്ത് എൻ്റെ കൈയും തട്ടി മാറ്റി ഞങ്ങൾ റീ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സർ തീരെ നടക്കാൻ പറ്റുന്നില്ല, കോടതി ഇപ്പോൾ വിട്ടതല്ലേ, അല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റി പിടിച്ച് വലിച്ച് കാറിലിരുന്ന് 2-3 പോലീസും കാറിലിരുന്ന് കൊണ്ടുപോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ രണ്ട് ലേഡീസ് മാത്രമായിരുന്നു, ആണുങ്ങളൊക്കെ ബാക്കോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കൊണ്ടുപോയി. അതും കണ്ണൂർ ഭാഗത്തേക്കല്ല പോയത്, നോക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആകെ വെറീഡായി. എന്നിട്ടാണ് പിന്നാലെ വന്ന് നിങ്ങളെ വിളിച്ചത്. എന്താ പറ്റുന്നത് ഞങ്ങൾക്ക് തിരിഞ്ഞില്ല. വളരെ നാടകീയമായ സംഭവവികാസങ്ങളാണ് ഇന്നലെ ഡോക്ടർ റാമിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായത്. തന്നെ തള്ളി മാറ്റിയാണ് റാമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് ഭാര്യ ആരോപിക്കുന്നത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് കണ്ണൂരിൽ നിന്നും. ബൈജു, ഇന്നലെ വൈകിട്ട് മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട നാടകീയമായ സംഭവവികാസങ്ങൾ അരങ്ങേറിയതാണ്. നമുക്കറിയാം, ഇന്നലെ നമ്മൾ സ്പോട്ട് ലൈവ് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഡോക്ടർ റാമിൻ്റെ അറസ്റ്റ് കാരണം 100 ദിവസത്തിന് ശേഷമാണ് ഈ പ്രമാദമായ കേസിൽ ഈ പ്രതിയെ പോലീസ് പിടികൂടുന്നത്. പക്ഷെ കോടതിയിലെത്തിയപ്പോൾ അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ചിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. പ്രതിയെ വിട്ടയക്കുന്നു. നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന കാര്യമായിരുന്നു കോടതി ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷം ക്രൈംബ്രാഞ്ച് വീണ്ടും ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുത്തു. പക്ഷേ പിന്നീട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വിട്ടയച്ച സാഹചര്യമാണുള്ളത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്നത്? ഇതുപോലുള്ളൊരു പ്രമാദമായ കേസിൽ ഒരു കാരണവശാലും അന്വേഷണ സംഘത്തിന് വീഴ്ച ഉണ്ടാകാൻ പാടില്ല. എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം നൽകുന്ന വിശദീകരണം എന്താണ്? ഇനി എന്നാണ് ഡോക്ടർ റാമിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ടോമെ, വളരെ പ്രമാദമായ ഒരു കേസ്, വലിയ പ്രതിഷേധമുയർന്ന കേസ്. ആ കേസിലെ 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് കോടതി ഈ പ്രതിയെ വെറുതെ വിട്ടേക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് പോലീസിനോട് പറയുന്നു വീണ്ടും അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ ഹാജരാക്കൂ, അപ്പോൾ പരിഗണിക്കാമെന്നാണ്. അതായത് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. റാമിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റാമിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം, നോട്ടീസ് നൽകണം. എന്ത് കുറ്റത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ചാർജുകളാണ് റാമിനെതിരെ ഉള്ളത്, എത്രത്തോളം വിദ്യാർത്ഥികളാണ് റാമിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്, അത്തരം വിശദാംശങ്ങൾ റാമിനെ അറിയിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്യാം. ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് അങ്ങനെയായിരുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഈ കേസിൽ തുടക്കം മുതലേ തന്നെ പോലീസിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. കാരണം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നിതിൻ രാജ് ഇത്തരത്തിൽ 3-ാം നിലയിൽ നിന്നും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്നും ചാടി ജീവനൊടുക്കാൻ കാരണമെന്ന തരത്തിലൊക്കെ വരുത്തി തീർക്കാൻ തുടക്കത്തിൽ ശ്രമമുണ്ടായിരുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുണ്ടായി. അതേ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം ഏൽപ്പിക്കുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഈ റാം എന്ന് പറയുന്ന ഈ കേസിലെ 1-ാം പ്രതിയെ പിടികൂടാൻ അവർക്ക് 101 ദിവസം വേണ്ടി വന്നു. അതും ഈ സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ റാമിനെ പിടികൂടുന്നത്. മാത്രമല്ല ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പോലീസിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു അന്ന് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതായത് എന്തുകൊണ്ട് റാമിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതുൾപ്പെടെ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് സംഭവിക്കുന്ന തരത്തിലൊക്കെ ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായിരുന്നു. പിന്നീട് ആന്ധ്രയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം ഈ റാമിനെ കസ്റ്റഡിയിലെടുക്കാൻ പോയിരുന്നു. പക്ഷെ അവിടെ നിന്നും റാമിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഏതായാലും റാം ഈ ഒരു ദിവസങ്ങളിലൊന്നും, അതായത് ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് ഇത്തരത്തിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി ജീവനൊടുക്കുന്നത്. ആ ഏപ്രിൽ 10 മുതൽ ഈ പിടികൂടുന്ന സമയം വരെ റാമിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായി. അതോടൊപ്പം കർണാടകയിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ചിന് അവിടെ നിന്നൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഏറ്റവും ഒടുവിലായി ഇന്നലെ കുടകിൽ വെച്ചാണ് ഈ താടി വെച്ച നിലയിൽ വേഷം മാറിയ നിലയിൽ
മാറിയ നിലയിൽ ഇങ്ങനെ പോലീസ് പിടികൂടുന്നത്. അത് പുലർച്ചെ 4 മണിക്ക് പിടികൂടുന്നു. 9 മണിയോടുകൂടി ഈ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിക്കുന്നു. പിന്നീട് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷം വൈദ്യപരിശോധന കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ വൈകിട്ട് ഹാജരാക്കിയതോടുകൂടിയാണ് നാടകീയമായ നീക്കങ്ങൾ ഉണ്ടായത്. ഈ റാമിന്റെ ഈ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രധാനമായും റാമിന്റെ അഭിഭാഷകർ പറഞ്ഞത് ഇതിൽ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് റാമിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് അവർ വാദിച്ചു. അതായത് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റാമിനെ അറിയിച്ചില്ല. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോഴാണ് മജിസ്ട്രേറ്റ് ഈ കാര്യത്തിൽ റാമിനെ വിട്ടയച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വരുന്നത്. പക്ഷെ അതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് ഫലം പ്രയോഗിച്ച്, അതായത് ഇവരുടെ ഭാര്യ ആരോപണം ഉന്നയിച്ചതാണ്, ദിൽന എന്ന് പറയുന്ന ഡോക്ടർ റാമിന്റെ ഭാര്യ ഈ ആരോപണം ഉന്നയിച്ചു. ഫലം പ്രയോഗിച്ച് റാമിനെ കോടതി വളപ്പിൽ നിന്നും പോലീസ് പിടിച്ചു കൊണ്ടുപോയി പിന്നീട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് അവിടെ നിന്നും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസത്തിനകം ഇന്ന് കേസിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ഹാജരാവണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്നും നാളെയുമാണ് അതിന് സമയം കൊടുത്തിട്ടുള്ളത്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ റാം ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ ഹാജരാകണമെന്ന് പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം തന്നെ രാത്രിയോടുകൂടി തന്നെ റാമിനെ വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. വലിയ അതൃപ്തി രമേശ് ചെന്നിത്തല ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേക സംഘത്തെ നേരത്തെ രൂപീകരിച്ചിരുന്നു. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ സംഘത്തെ മാറ്റണം എന്നൊരു ആവശ്യമൊക്കെ ഉയർന്നിരുന്നു. ഏതായാലും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ റാമിനെ ഇത്തരത്തിൽ കോടതിയിൽ ഉണ്ടായിരുന്ന ഈ നടപടിക്രമങ്ങളിൽ കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഇനി എന്താണ് ഇനി അടുത്ത നടപടി? അതായത് ഈ റാം ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകും. അതായത് നോട്ടീസ് നൽകിയിരിക്കുന്നു. സുപ്രീം കോടതി മാനദണ്ഡം അനുസരിച്ച് സുപ്രീം കോടതി ഉത്തരവനുസരിച്ചുള്ള നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുന്നു. കേസുമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ പല കമന്റുകളും കാണാൻ കഴിഞ്ഞു. കാരണം ഇവിടെ കണ്ണീർ പൊഴിക്കുന്ന കുടുംബം, ഡോക്ടർ റാമിൻ്റെ ഭാര്യയും കുടുംബവും എന്തുകൊണ്ടാണ് ആ നിതിൻ രാജിൻ്റെ കുടുംബത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും കണ്ണീർ കാണാതെ പോയത്? കാരണം ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തതാണ്. അത് വളരെ വ്യക്തമായി തന്നെ പുറത്തു വന്ന തെളിവുകളാണ്. ഡോക്ടർ റാം ഉൾപ്പെടുന്ന അധ്യാപകർ എത്രത്തോളം ആ വിദ്യാർത്ഥിയെ മാനസികമായി ചൂഷണം ചെയ്തുവെന്ന്. അതിൻ്റെ മനോവിഷമത്തിനാണ് അവൻ ആത്മഹത്യ ചെയ്തെന്ന കാര്യം ഉൾപ്പെടെ വ്യക്തമാണ്. അതിനിടെ അവർ മറ്റു പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുമുണ്ട്. ഇവിടെ ഒരു അറസ്റ്റ് ഉണ്ടായപ്പോൾ തന്നെ അതിൻ്റെ വിഷമം ആ കുടുംബത്തിന് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് നിതിൻ രാജ് എന്ന ഒരു സ്വന്തം മകനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ ഇപ്പോഴും ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അവർക്കിപ്പോഴും നീതി ലഭിച്ചിട്ടില്ല. നിയമപോരാട്ടം തുടരുകയാണ്. ടോം, ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം അത് തന്നെയാണ്. അതായത് ഇതിൽ പ്രധാനമായും മുൻകൂർ ജാമ്യ ഹർജിയുമായി റാം ആദ്യം പോകുന്നത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ്. പക്ഷെ അവിടെ ജാമ്യം തള്ളുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. പക്ഷെ ഹൈക്കോടതിയും സമാന രീതിയിൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഈ റാം പോകുന്നു. പക്ഷേ സുപ്രീം കോടതി അതിൽ കൃത്യമായ നിലപാടെടുത്തു. അതായത് കൂടുതൽ വിദ്യാർത്ഥികളുടെ പരാതിയുണ്ട് റാമിനെതിരെ, അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ കഴിയില്ല എന്ന് നിലപാടെടുത്തു. കോടതികൾ പോലും ഈ കാര്യത്തിൽ, അതായത് ഇവർ ഈ കുടുംബം ഉന്നയിക്കുന്ന ഒരു കാര്യത്തിൽ കൃത്യമായി ബോധ്യപ്പെടുമ്പോൾ ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അത് കുടുംബം നേരത്തെ തന്നെ അത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴും കുടുംബം പറയുന്നത് തന്നെയാണ്. ഈ റാമിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വലിയ ആശ്വാസമായിരുന്നു ആ കുടുംബത്തിന്. അതോടൊപ്പം ഈ കേസിൽ ആ പ്രിൻസിപ്പലിന്റെ മുറിയിൽ ഉള്ള CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിന് അടിമ ആയിരുന്നു ഈ ഒരു സമയത്ത് നിതിൻ രാജ് എന്നത്. ആ സമയത്ത് അതിനുശേഷം 10 മിനിറ്റിന് ശേഷമാണ് നിതിൻ രാജ് കെട്ടിടത്തിന്റെ മുകളിലേക്ക് പോകുന്നതും താഴേക്ക് ചാടി ജീവൻ ഒടുക്കുന്നതും. ആ സമയത്തെല്ലാം റാം എന്ന് പറയുന്ന ഈ അധ്യാപകൻ ഈ മുറിയുടെ പുറത്ത്, പ്രിൻസിപ്പലിന്റെ മുറിയുടെ പുറത്തുണ്ടെന്നാണ് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നു. അപ്പോൾ താൻ ആ സ്ഥലത്തെ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ഈ അധ്യാപകൻ കോടതിയിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. പക്ഷെ അതിന്റെ CCTV ദൃശ്യങ്ങൾ കൃത്യമായി ഹാജരാക്കാൻ അന്ന് പോലീസിന് കഴിഞ്ഞിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടില്ല. അതായത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട 4 പേരെ നോയിഡയിൽ നിന്നും അറസ്റ്റ് ചെയ്തതല്ലാതെ റാം എന്ന് പറയുന്ന അധ്യാപകന് ഒരു ദിവസം പോലും ജയിലിലിടാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന്, ക്രൈംബ്രാഞ്ച് സംവിധാനത്തിനോ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ ഏറ്റവും വലിയ നാണക്കേടാണിത്. കാരണം നിരന്തരം നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഒരു കേസ് എങ്ങനെ അട്ടിമറിക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവായിരുന്നു നിതിൻ രാജിൻ്റെ ആത്മഹത്യ. കാരണം അവിടെ യഥാർത്ഥ
കുറ്റക്കാരിലേക്ക് അന്വേഷണം എത്തിയില്ല. പകരം ഇപ്പോഴും അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഭാഗത്തിന്, അതായത് ഡോക്ടർ റാമിന് കോടതിയിൽ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി ഇതാണ്. കാരണം ഇവിടെ നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത് ഈ ലോൺ ആപ്പിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നാണ് പോലീസ് പോലും പറയുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ടാണ് പോലീസിന് അന്വേഷണം നീങ്ങിയത് പോലും. സ്വാഭാവികമായും ഈ കേസ് കോടതിയിലെത്തുമ്പോൾ അത് പ്രതിഭാഗത്തിന് അനുകൂലമാകില്ലേ നേരത്തെ അന്വേഷണ സംഘം സ്വീകരിച്ച നിലപാടുകൾ? ടോമി, ഇതേ കാര്യം തന്നെയാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയപ്പോൾ റാം എന്ന് പറയുന്ന ഈ അധ്യാപകൻ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിയത്. അതായത് ഈ റാം നിതിൻ രാജ് മരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നിതിൻ രാജ് ഇത്തരത്തിൽ ജീവനൊടുക്കാൻ കാരണമെന്ന് കോടതിയെ പോലും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ സുപ്രീം കോടതി ഉൾപ്പെടെ അക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തു. അത്തരത്തിൽ ഒരു പ്രശ്നം മാത്രമല്ല, ഈ റാം എന്ന് പറയുന്ന അധ്യാപകന്റെ ഭാഗത്തു നിന്നും വലിയ ജാതീയമായ അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതിന് അവിടെയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്തരത്തിൽ ജാതീയമായ അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം വാദങ്ങളെല്ലാം കോടതി കൃത്യമായി ഗണ്ണിക്കുകയും അങ്ങനെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഈ തള്ളുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴും ഉയരുന്ന ചോദ്യം ഇതാണ്, നമ്മുടെ പരമോന്നത കോടതി പോലും മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഒരു കേസിൽ ഒരു ദിവസം പോലും അയാളെ ആ പ്രതിയെ ജയിലിലിടാൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ നാണക്കേട്. ഏതായാലും ഇനിയിപ്പോൾ നാളെ വൈകുന്നേരത്തിനുള്ളിൽ റാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകും. വീണ്ടും ഇന്നലെ നാടകീയമായ രംഗങ്ങൾ നടന്ന അതേ കോടതിയിൽ തന്നെ റാമിനെ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി. അതായത് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി അത്തരം കാര്യങ്ങളിൽ അതേ കോടതിയിൽ ഹാജരാക്കി വേണം ഇനി റാമിനെ ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമോ, അതല്ല ഈ ക്രൈംബ്രാഞ്ച് സംഘം പോലീസ് കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വേണമെന്നൊക്കെ നേരത്തെ ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരം നടപടികളിലേക്ക് കടക്കുമോ? ഏതായാലും ഈ 101 ദിവസം ഈ റാം എന്ന് പറയുന്ന ഈ അധ്യാപകനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതാര്? അതായത് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ്. ആന്ധ്രാപ്രദേശിലെ ഒരു പ്രാദേശിക പാർട്ടി നേതാവിന്റെ വലിയ സംരക്ഷണം ഉണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് സംഘം ആന്ധ്രാപ്രദേശിൽ റാമിനെ പിടികൂടാൻ പോയപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ കൃത്യമായ സഹായം അവർ ചെയ്തു കൊടുത്തു. പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും, ആന്ധ്രാപ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്നും റാമിന് കൃത്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി തള്ളിയപ്പോൾ നേരിട്ട് കോടതിയിൽ കീഴടങ്ങാനാണ് റാം വരുന്നുണ്ടായത്. ആ സമയത്താണ് കൊടകിൽ നിന്നും പിടികൂടുന്നൊക്കെ അവരുടെ അഭിഭാഷകൻ പറയുന്നത്. ഏതായാലും റാം നിരപരാധിയാണ്. ഇപ്പോഴും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിന്മേലാണ് നിതിൻ രാജ് ജീവനൊടുക്കുക എന്ന വാദത്തിൽ തന്നെയാണ് ഇപ്പോഴും റാമിന്റെ ഭാഗമുള്ളത്. റാമിന്റെ അഭിഭാഷകരും അത് തന്നെയാണ് വ്യക്തമാക്കിയത്. പക്ഷേ അപ്പോഴും ആശ്വാസം എന്ന് പറയുന്നത് നേരത്തെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതുമായി ബന്ധപ്പെട്ട് ഇതേ വിഷയം ഉന്നയിച്ചപ്പോൾ കോടതി എടുത്ത നിലപാടാണ്. എന്തായാലും ഒരു ദിവസമെങ്കിലും ഈ റാം എന്ന് പറയുന്ന ഈ അധ്യാപകനെ പല വിദ്യാർത്ഥികളോട് ജാതീയമായ വലിയ അധിക്ഷേപം നടത്തിയ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമല്ല ശിക്ഷിക്കപ്പെടണം. ഡോക്ടർ റാം മാത്രമല്ല, ഇവിടെ കുറ്റക്കാരായിട്ടുള്ള അധ്യാപകരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന് മേൽ നിതിൻ രാജിന്റെ കുടുംബം അവിശ്വാസം പ്രകടിപ്പിക്കുക. തങ്ങൾക്ക് നീതി കിട്ടില്ല. കാരണം വലിയ നിരാശയോട് കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ പ്രതികരണം. 100 ദിവസത്തിന് ശേഷമാണ് നിതിൻ ജീവനൊടുക്കി 100 ദിവസത്തിന് ശേഷമാണ് മുഖ്യ പ്രതിയെന്ന് പറയപ്പെടുന്ന ഡോക്ടർ റാമിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. തിരുവനന്തപുരം വെമ്പായം ശ്രീവത്സം ബാറിൽ പെട്രോൾ ഒഴിച്ച് 5 പേരെ തീ കൊളുത്തിയ അനീഷിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. തന്റെ മുഖത്തടിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പമ്പിൽ പോയി പെട്രോൾ വാങ്ങി വന്നാണ് 5 പേരെ കത്തിച്ചത്. തനിക്ക് കുഴപ്പമില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ അനീഷ് പറയുന്നുണ്ട്. ഞാൻ ഒരു പെഗടിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ബാറിൽ വന്നപ്പോൾ അവന്മാർ എന്നെ ചവിട്ടിലടിച്ചു. ഞാൻ എന്തിരിയ, ഞാൻ പോയി പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ വാങ്ങിച്ചിട്ട് അവന്മാരെ ഒഴിച്ച് കത്തിച്ച്. എനിക്കൊന്നും പറ്റിയൊന്നുമില്ല, ഇവിടെ കരിഞ്ഞു മൊത്തം. സംഭവത്തിൽ പൊള്ളലേറ്റ ഒരാൾ മരിച്ചിരുന്നു. വെമ്പായം കാരങ്കോട് സ്വദേശി നവാസ് ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഒരു പ്രതിയുടെ വാദം, അയാൾ പറയുന്ന ന്യായീകരണം ഇതാണ്: തൻ്റെ മുഖത്തടിച്ചു, അതിൻ്റെ പക തീർക്കാൻ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങി ബാക്കിയുള്ളവരെ കത്തിച്ചുവെന്ന്. എന്താണ് ഇയാളെക്കുറിച്ചുള്ള വിവരമുണ്ടോ? ഇയാൾ എവിടെയാണെന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത പോലീസിന് ലഭിച്ചിട്ടുണ്ടോ?
ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. അന്ന് തന്നെ, അതായത് ഈ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ, ഇപ്പോൾ ശബ്ദ സന്ദേശം കേട്ട അനീഷ് ഉൾപ്പെടെ 6 പേരെ അന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ്. അനീഷിന്റെ മുഖത്ത് വെമ്പായം സ്വദേശിയായ നവാസ് ബാറിൽ മദ്യപിക്കുന്നതിനിടെ തർക്കത്തിനിടെ മുഖത്തടിക്കുകയായിരുന്നു. ആ മുഖത്തടിച്ചതിലുണ്ടായ പ്രകോപനത്തെ തുടർന്നാണ് താൻ പമ്പിൽ പോയി പെട്രോൾ വാങ്ങിക്കൊണ്ട് വന്ന ഈ നവാസിൻ്റെയും ഒപ്പമുണ്ടായിരുന്ന 5 പേരുടെയും മുഖത്ത് ഒഴിച്ചത് എന്നാണ് അനീഷ് ശബ്ദ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുന്നത്. അനീഷിൻ്റെ ഉൾപ്പെടെയുള്ള മൊഴി മജിസ്ട്രേറ്റ് നേരിട്ടെത്തി ആശുപത്രിയിൽ നിന്ന് രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ നവാസ് ഏതാണ്ട് 80% മുകളിൽ ശരീരത്തിൽ പൊള്ളലേറ്റ് നവാസ് മരണപ്പെട്ടത്. ശേഷിക്കുന്ന 5 പേരിൽ 2 പേരുടെ നില, അനീഷ് ഉൾപ്പെടെ 2 പേരുടെ നില ഗുരുതരമായി തന്നെയാണ് തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അനീഷിന് 80% പൊള്ളൽ അനീഷിൻ്റെ ദേഹത്ത് ഏറ്റിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ ഉൾപ്പെടെ ലഭിക്കുന്ന വിവരം. അനീഷും നവാസും തമ്മിൽ നേരത്തെ എന്തെങ്കിലും തർക്കങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ തുടർച്ചയാണോ വെമ്പായത്തെ ബാറിൽ ഈ വലിയ സംഘർഷത്തിലേക്കും പിന്നീട് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്ന അസാധാരണമായ പ്രകോപനത്തിലേക്കും ഒക്കെ നയിച്ചത് എന്ന് കണ്ടെത്താനുള്ള പരിശോധന വെഞ്ഞാറമൂട് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമുള്ളതിനാൽ വിശദമായ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇനി വേണം പൂർത്തിയാക്കാൻ. അതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ബാക്കിയാകുന്നത്. മറ്റ് വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നും ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നില്ല. അത് പെട്ടെന്നുള്ളൊരു പ്രകോപനം, അത് ഇങ്ങനെയുള്ളൊരു കൂട്ടാക്രമണത്തിൽ കലാശിക്കുന്ന സംഭവം. ഇയാളുടെ ഒരു പശ്ചാത്തലം, ഈ പ്രതി അനീഷിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഒരു സ്ഥിരം ക്രിമിനലാണോ ഇയാൾ? അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ മദ്യപിക്കുമായിരുന്നു എന്നതിന് അപ്പുറത്തേക്ക് ഇങ്ങനെയൊരു പ്രകോപനപരമായ ഇടപെടൽ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായിട്ടില്ല. ഈ തർക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്ക് ഈ മരണപ്പെട്ട ഈ വെമ്പായം സ്വദേശി തന്നെയായ നവാസുമായി നേരത്തെ എന്തെങ്കിലും തർക്കമുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയാൽ അക്കാര്യങ്ങൾ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് നൽകുന്ന സൂചന. യെസ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രതിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ മുഖത്തടിച്ചതിൻ്റെ വിരോധത്തിൽ പുറത്തുപോയി പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി ഹോട്ടലിലെത്തി തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പ്രതി അനീഷിൻ്റെ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. തൊടുപുഴ മങ്ങാട്ട് കവലയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് പോലീസുകാരെ തടഞ്ഞുവെച്ച സംഭവത്തിൽ CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. ലോക ഫൈനലിനിടെ തിങ്കളാഴ്ച പുലർച്ചെയാണ് കരിമണ്ണൂർ SIയെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവെച്ചത്. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥർ മദ്യപിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. രക്തസാമ്പിളുകളുടെ വിദഗ്ധ പരിശോധന റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി എന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ വിശദീകരണം. PS സാഗർ ചേരുന്നു തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. സാഗർ, നമുക്കറിയാം ഈ പോലീസുകാർക്ക് ഈ നാട്ടിൽ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് ഈ സംഭവം. വളരെ വ്യക്തമായിരുന്നു, ചിത്രങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ നാട്ടുകാർ കയ്യോടെ ഈ SIയെയും ഡ്രൈവറെയും പിടികൂടുന്നുണ്ട്, വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നാട്ടുകാർക്ക് നേരെ കേസെടുക്കുന്നു. അതൊരു പ്രതികാര നടപടിയാണോ? ഈ വിഷയത്തിൽ നാട്ടുകാരുടെ CPM ഏരിയ സെക്രട്ടറി അടക്കം പ്രതിപട്ടികയിലുണ്ട്. അവരുടെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? തീർച്ചയായും ടോം, അത്തരത്തിലൊരു പോലീസിന്റെ പ്രതികാര നടപടി എന്ന് വേണം ഈ നാട്ടുകാർ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ കേസെടുത്ത പോലീസിന്റെ ആ ഒരു കാര്യത്തിൽ പറയുവാൻ. തീർച്ചയായും ഒരു പ്രതികാര നടപടി എന്ന് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ്, അതായത് തിങ്കളാഴ്ച ഈ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്നത്. അന്ന് തന്നെ തൊടുപുഴയ്ക്കടുത്ത് മങ്ങാട്ടുകവലയിലാണ് ഒരു മങ്ങാട്ടുകവല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പൊതുവേദിയിൽ ഇത് ഫൈനൽ മത്സരം പ്രദർശിപ്പിച്ചിരുന്നു. ഇവിടെയാണ് പോലീസ് എത്തിയത്. ഈ പോലീസ് എത്തിയ സമയത്ത് കരിമണ്ണൂർ പോലീസ് ആണ് സ്ഥലത്തെത്തിയത്. കരിമണ്ണൂർ SI റോയിയും അദ്ദേഹത്തിന്റെ ഡ്രൈവറുമാണ് ഇവിടെ എത്തിയത്. ഈ വാഹനത്തിൽ നിന്ന് ഇവർ സഞ്ചരിച്ച ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ആ സമയത്ത് തന്നെ ഒഴിഞ്ഞ മദ്യക്കുപ്പയും പുകയില ഉൽപ്പന്നവും ചീട്ടും കണ്ടെത്തിയിരുന്നു. കരിമണ്ണൂർ SI NS റോയിയാണ് സമയം വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഈ
മങ്ങാട്ടുപള്ളിയിൽ ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ മത്സരം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരുന്നു. കളി കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയ SI ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ടു. എന്നാൽ കപ്പ് ഉയർത്തിയ ശേഷം പ്രദർശനം നിർത്താമെന്നാണ് ഈ സംഘാടകർ മറുപടി നൽകിയത്. തുടർന്ന് പോലീസും ഈ നാട്ടുകാരും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റമുണ്ടായി. ഈ വാക്കേറ്റ സമയത്താണ് പോലീസ് മദ്യപിച്ചതായി ആരോപിച്ച് DYFI പ്രവർത്തകരും അവിടെ എത്തിയ മറ്റു ആളുകളും കൂടി തൊടുപുഴ പോലീസിനെ വിവരം അറിയിക്കുന്നത്. തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി പോലീസ് വാഹനം പരിശോധിച്ചു. ഈ സമയത്താണ് ഒഴിഞ്ഞ മദ്യക്കുപ്പി അടക്കം വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയത്. വാഹനത്തിന്റെ അതായത് പോലീസ് ജീപ്പിന്റെ ഡ്രൈവറും SI റോയിയും മദ്യപിച്ചു എന്നായിരുന്നു ആരോപണം. ഉടൻ തന്നെ സ്ഥലത്ത് വെച്ച് തന്നെ ബ്രത്തറൈസർ ഉപയോഗിച്ചെങ്കിലും SIയും CPOയും മദ്യപിച്ചതായി പോലീസിനെ കണ്ടെത്താനായില്ല. പിന്നീട് ഇവരെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് തൊടുപുഴയ്ക്കടുത്ത് തന്നെയുള്ള ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ഇരുവരെയും പരിശോധനയ്ക്ക് വിധേയരാക്കി രക്തസാമ്പിൾ ശേഖരിച്ചു. അതിനുശേഷം നടന്ന പരിശോധനയിലാണ് ജീപ്പിൽ നിന്ന് പുകയില പാക്കറ്റും ചീട്ടും കണ്ടെത്തിയത്. ഇവരുടെ രക്തപരിശോധന കാക്കനാട് ലാബിലേക്ക് രക്തം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ലെന്നാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ മദ്യപിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തില്ല എന്നും പോലീസ് പറയുന്നു. ഈ രക്തസാമ്പിളുകളുടെ വിദഗ്ധ പരിശോധനാ റിപ്പോർട്ട് കിട്ടിയ ശേഷമാവും തുടർ നടപടി എന്നാണ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി നമ്മെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പോലീസിന് ഇത്തരത്തിൽ മദ്യപിച്ചു അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെടുത്തു എന്ന ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ തടഞ്ഞു വെച്ച നാട്ടുകാർക്കെതിരെ 200ഓളം പേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ അന്യായമായി സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ദിനു ജോസ് ഉൾപ്പെടെ ഉള്ളവർക്കാണ് എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ പോലീസിനെ ഇതൊരു അപമതിപ്പുണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം ഈ ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്ത് തീർച്ചയായും ഒരുപക്ഷെ പോലീസിന് അങ്ങനെ ന്യായീകരിക്കാമായിരിക്കാം, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാൻ കഴിയുമായിരിക്കും അവർ മദ്യപിച്ചിട്ടില്ല എന്ന് സംബന്ധിച്ച്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമാണല്ലോ, ആ വാഹനത്തിൽ മദ്യക്കുപ്പി ഉണ്ടായിരുന്നുവെന്നും അവിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വാഹനത്തിലുണ്ടായിരുന്നതെന്നും വ്യക്തമായ വിവരമാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു വിശദീകരണം എന്താണ്? ഇതെങ്ങനെയാണ് ആ മദ്യക്കുപ്പി പോലീസ് ജീപ്പിനുള്ളിൽ എത്തിയത്? ഈ സ്ഥലത്തെത്തിയ SI റോയിയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആഘോഷ പരിപാടി, അതായത് ഫൈനലിന് ശേഷം ആ സ്ഥലത്ത് ആഘോഷ പരിപാടി നടത്തണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടു. എന്നാൽ അത് അനുവദിക്കില്ലെന്ന് റോയി നിലപാടെടുത്തു. ഈ ആഘോഷ പരിപാടികൾക്ക് അനുമതി നിഷേധിച്ചതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് റോയി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരിക്കുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന ചീട്ടുകെട്ടുകൾ നേരത്തെ പിടിച്ചെടുത്തതാണ്. മദ്യക്കുപ്പി എങ്ങനെ വാഹനത്തിൽ എത്തിയെന്നും ഈ നിരോധിത പുകയില ഉൽപ്പന്നം വാഹനത്തിൽ എത്തിയത് എങ്ങനെയെന്ന് അറിയില്ലെന്നുമാണ് ഈ പോലീസുകാരും അതോടൊപ്പം തന്നെ റോയിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. എന്തായാലും സ്ഥലത്ത് നമുക്ക് കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും ചീട്ടുകെട്ടും അതോടൊപ്പം തന്നെ പുകയില ഉൽപ്പന്നവും വാഹനത്തിൽ നിന്ന് പോലീസ് വാഹനത്തിൽ നിന്ന് എടുക്കുന്നതും എല്ലാം വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തൊടുപുഴ CI ആണ് സ്ഥലത്തെത്തി ഇത്തരത്തിൽ ഈ മദ്യക്കുപ്പി അടക്കം പിടിച്ചെടുത്തത്. ഇതെല്ലാം തന്നെ നേതൃത്വം നൽകിയത് ഈ പ്രദേശത്തുള്ള DYFI അല്ലെങ്കിൽ ഈ പരിപാടി കാണാനെത്തിയ നാട്ടുകാരാണ്. ഇത്തരത്തിൽ പോലീസിനെതിരെ തിരിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് 200ഓളം പേർക്കെതിരെ, കണ്ടാലറിയാവുന്ന 200ഓളം പേർക്കെതിരെ പോലീസ് ഒരു പ്രതികാര നടപടി എന്ന വണ്ണം കേസ് എടുത്തിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാനിടെ പോലീസിനെതിരെ ഉണ്ടായ ആരോപണം ഗൗരവമായി തന്നെയാണ് സേന കാണുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഭവത്തെ കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയും തൊടുപുഴ DYSPയോടും ഇടുക്കി SP അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഈ SIക്കെതിരെയും കോൺസ്റ്റബിളിനെതിരെയും നടപടി ഉണ്ടാവുക. എന്തായാലും പ്രതികാര നടപടി എന്ന് തന്നെയാണ് CPM നേതാക്കൾ, ഈസ്റ്റ് ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ പറയുന്നത്. കാരണം പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് തങ്ങൾക്കെതിരെ കേസെടുത്ത നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇവരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും SIക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ടോം, ഇപ്പോൾ നിലവിൽ വലിയ വിമർശനം ഈ വിഷയത്തിൽ പോലീസിനെതിരെ ഉയരുന്നുണ്ട്. ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഈ മെഡിക്കൽ പരിശോധനാ ഫലം പുറത്തു വന്ന ശേഷം മാത്രമായിരിക്കുമോ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുകയുള്ളൂ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. രാവിലെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ മനസ്സിലായത് ഇക്കാര്യത്തിൽ ഈ രക്തപരിശോധന ഒരു റിപ്പോർട്ട് വരണം. അത് വരണമെങ്കിൽ താമസമുണ്ട്. അതിനുശേഷം മാത്രമുള്ളൂ പോലീസിനെതിരെ നടപടി, അതായത് ഈ SI റോയിക്കെതിരെയും കോൺസ്റ്റബിളിനെതിരെയും
നടപടി ഉണ്ടാകൂ എന്നാണ്, അല്ലെങ്കിൽ നടപടി എടുക്കണമെന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കൂ എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളിൽ എല്ലാം തന്നെ വ്യക്തമാണ്. ഈ വാഹനത്തിൽ നിന്ന് ഈ മദ്യക്കുപ്പിയും ചീട്ടും പുകയില ഉൽപ്പന്നം എല്ലാം തന്നെ വാഹനത്തിനുള്ളിൽ നിന്ന് പിടിച്ചെടുക്കുന്നതും നാട്ടുകാർ കൂടെ നിന്ന് പോലീസുകാർ വാഹനത്തിനകത്ത് ഇരുന്നപ്പോൾ തന്നെയാണ് ഇത് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത് പിടിച്ചെടുത്തത്. ഇതെല്ലാം തന്നെ വ്യക്തമാണ്. എന്നാലും ഇത്തരത്തിൽ കാണിച്ചു കൊടുത്ത അല്ലെങ്കിൽ പിടിച്ചു കൊടുത്ത നാട്ടുകാർക്കെതിരെ കേസെടുത്ത ഒരു പോലീസിന്റെ നടപടി വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. CPM നേതാക്കൾ തന്നെ ഈ കാര്യത്തിൽ ആരോപണമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഒരു പ്രതികാര നടപടി എന്ന വണ്ണമാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് അവരും തന്നെ രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഓപ്പറേഷൻ തൂഫാൻ നല്ല രീതിയിൽ സംസ്ഥാനത്ത് നടക്കുമ്പോൾ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകുന്നത് ഗുരുതരമായ ഒരു കുറ്റമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു നടപടിയിലേക്ക് പോലീസുകാർക്കെതിരെ നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഈ രക്തപരിശോധന ഫലം വരാത്തതിനെ തുടർന്നാണ് അത്തരം ഒരു നടപടിയിലേക്ക് എന്നാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിൽ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ പക്ഷേ ഇവിടെ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. 200 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി മൊണാലിസയ്ക്ക് വീണ്ടും പോലീസ് സംരക്ഷണം. ഹൈക്കോടതിയാണ് പോലീസ് സംരക്ഷണം നൽകാൻ പാലാരിവട്ടം പോലീസിന് നിർദ്ദേശം നൽകിയത്. പാലാരിവട്ടം പോലീസിന് ഹർജിയിൽ ഹൈക്കോടതി സ്വമേധയാ കക്ഷി ചേർത്തു. മൊണാലിസയുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. എന്താണ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ പറയുന്നത്? നേരത്തെ ഈ മൊണാലിസയും ഭർത്താവും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നതാണ്. പോലീസ് സംരക്ഷണം നൽകിയിരുന്നതുമാണ്. പക്ഷേ അതിന്റെ കാലാവധി അവസാനിച്ചിരുന്ന സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം നീട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയും പക്ഷേ ഈ രണ്ടുപേരെയും കണ്ടെത്താൻ പോലീസിന് അവരുടെ ലോക്കൽ അഡ്രസ്സിൽ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അവര് ഒളിവിലുണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടി അപ്പോഴുണ്ടായിരുന്നു. അപ്പം നീട്ടിക്കൊടുക്കാനുള്ള ഒരു സാങ്കേതിക തടസ്സമുണ്ടായത് കൊണ്ട് പോലീസ് സംരക്ഷണം തൽക്കാലത്തേക്ക് പിൻവലിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത്. അതേസമയം വീണ്ടും കോടതി ഈ മൊണാലിസയും ഭർത്താവും കോടതിയെ സമീപിക്കുകയും പോലീസ് സംരക്ഷണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് പാലാരിവട്ടം പോലീസിന് ഹൈക്കോടതി ഇവർക്ക് പോലീസ് സംരക്ഷണം നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലാരിവട്ടം പോലീസിനെ ഹർജിയിൽ കോടതി സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട്. മൊണാലിസയുടെ ഹർജിയിലാണ് ഈ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉണ്ടായിരുന്ന ഒരു തർക്കം ഇതാണ്. ശരിക്കും നേരത്തെ ഇവർക്ക് പോലീസ് സംരക്ഷണം നൽകിയിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം. അതായത് ഈ മൊണാലിസയുടെ ഭർത്താവും മൊണാലിസയും തമ്മിലുള്ള വിവാഹത്തിന്റെ അവരുടെ ഏജുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മധ്യപ്രദേശ് കോടതിയിൽ പോക്സോ കോടതിയിൽ ഇയാളുടെ മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇത്തരത്തിൽ ഇവരുടെ ഒരു മറ്റൊരു സംസ്ഥാനത്തേക്ക് ഇവരുടെ ഹർജി പരിഗണിക്കുന്നത് വരെയുള്ള ട്രാൻസിറ്റ് ബെയിൽ എന്നുള്ള നിലയിൽ അവർക്ക് ആ പരിഗണന നൽകിയിരുന്നു. പക്ഷേ മധ്യപ്രദേശ് കോടതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അത് ആ ട്രാൻസിറ്റ് ബെയിൽ തള്ളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തുടർന്നാണ് തന്നെ ഇവരുടെ ഏജുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം, ഏജ് സർട്ടിഫിക്കറ്റ് തിരുത്തിയതുമായി ബന്ധപ്പെട്ട പരാതി ഇവർ തന്നെ മധ്യപ്രദേശ് കോടതി നൽകിയിട്ടുണ്ട്. അതിലും മധ്യപ്രദേശ് കോടതി പോലീസ് സംരക്ഷണം നൽകണമെന്ന്, അതായത് മധ്യപ്രദേശ് കോടതിയുടെ നടപടിക്രമങ്ങൾ അവസാനിക്കുന്നതുവരെ പോലീസ് സംരക്ഷണം നൽകണമെന്നുള്ള ഉത്തരവിട്ടത്. അതേ തുടർന്ന് ഈ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ, അതായത് കേരളത്തിലെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് സംരക്ഷണം നടക്കുന്നുണ്ട്, പോലീസ് സംരക്ഷണം തുടരുന്നുണ്ട്. അത് അവസാനിക്കുന്ന കാലഘട്ടത്തിൽ അത് റിന്യൂവലിന്റെ സമയത്താണ് പോലീസ് സംരക്ഷണത്തിനായി ഇവരെ 2 ആളെയും ലോക്കൽ അഡ്രസ്സിൽ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്നൊരു സാഹചര്യം വന്നത്. അങ്ങനെയാണ് കോടതി തൽക്കാലത്തേക്ക്, അതായത് ഇവരെ ഹാജരാകുന്നതുവരെ പോലീസ് സംരക്ഷണം നിർത്തിവെക്കാൻ പറഞ്ഞത്. പിന്നീട് ഇവരെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ പാലാരിവട്ടം പോലീസിനെ വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ട്രെയിനിൽ TTക്ക് നേരെ ആക്രമണം. ജനറൽ ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതിയാണ് പാലക്കാട് ഡിവിഷനിലെ TT സുജിത്തിന് നേരെ ആക്രമണം നടത്തിയത്. ഈ കോഴിക്കോട് ഫറോക്കിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയായിരുന്നു യുവതി. അതിനിടെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇതെന്താണ് സംഭവിച്ചത്? അതിനിടെ യുവതിയും പരാതി നൽകിയിട്ടുണ്ടല്ലോ ഈ TTക്കെതിരെ. തനിക്ക് നേരെ അതിക്രമമുണ്ടായി, അപ്പോൾ തിരിച്ചാക്രമിച്ചാണെന്ന് സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്?
ടോമെ, ഇന്നലെ വൈകുന്നേരം 7 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. കുറ്റിപ്പുറത്ത് നിന്ന് ഫറോക്കിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയായിരുന്നു ഈ യുവതി. അത് ഓർഡിനറി ടിക്കറ്റ് ആയിരുന്നു. ഓർഡിനറി ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ കമ്പാർട്ട്മെന്റ് ഇരുന്നപ്പോൾ TTE വന്ന് ടിക്കറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അടുത്ത കമ്പാർട്ട്മെന്റായ ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതിൽ പ്രകോപിതയായിട്ട് ഈ TTE ആക്രമിച്ചു എന്നാണ്. TTE ആക്രമിക്കുകയായിരുന്നു. ഇവർ TTEക്ക് മുഖത്ത് ചെറുത പരിക്കുകളുണ്ട്. ഷൊർണൂരിലെത്തി അവർ പോലീസിൽ പരാതി നൽകുകയും ഒറ്റപ്പാലത്തെ ഹോസ്പിറ്റലിൽ TTE അഡ്മിറ്റ് ആയിട്ടുമുണ്ട്. അത് മാത്രമല്ല TTE തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ യുവതി ഷൊർണൂർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. രണ്ടുപേരുടെയും പരാതി ഒറ്റപ്പാലം ഷൊർണൂർ റെയിൽവേ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ നടപടികൾ നടന്നു വരികയാണ്. ടോം, പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, യുവതി നിയമവിരുദ്ധമായിട്ടാണ് യാത്ര ചെയ്തതെന്ന്. പക്ഷേ ഈ TTEക്കെതിരെ ഈ യാത്രക്കാരി പരാതി നൽകിയ പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലൊരു നടപടി ഉണ്ടാകുമോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? രണ്ടുപേരുടെയും മൊഴികൾ വിശദമായി എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, യാതൊരു പ്രകോപനവും കൂടാതെയാണ് TTE ആക്രമിച്ചത്. വേറെ കമ്പാർട്ട്മെന്റിലേക്ക് അത് ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് പോകാൻ പറഞ്ഞതും അതിൽ പ്രകോപിതയായിട്ടാണ് ഈ TTE ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതിനൊരു കൗണ്ടർ കേസായിട്ടാണ് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ യുവതി ഷൊർണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് കേട്ടോ. യെസ്, വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കണം. പക്ഷെ ഇവിടെ ആ യുവതി നിയമവിരുദ്ധമായിട്ടാണ് യാത്ര ചെയ്തതെന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അത് ചോദ്യം ചെയ്തപ്പോൾ TTE ആക്രമിക്കുന്നു. പിന്നീട് അത് കേസായി കഴിഞ്ഞപ്പോൾ, പരാതിയായി കഴിഞ്ഞപ്പോൾ TTEക്കെതിരെ പരാതി നൽകുന്നു. എന്തായാലും പോലീസ് അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ കേസിനെ കാണുന്നത്. ഒരു യുവതിയാണ് മറുവശത്തുള്ളത്, പ്രതിസ്ഥാനത്തുള്ളത്. പക്ഷെ അവരും പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.